രൂപം നൽകിയതിലൂടെ ഞാൻ നിന്നെ അറിഞ്ഞു. പെൺകുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ താരമാണ്. എന്നാൽ ഒരുപാട് മുടന്തൻ ന്യായങ്ങൾ നിരത്തി ആ പെൺകുഞ്ഞുങ്ങളെ, തുരുന്ന ജീവനുകളെ ഇല്ലാതാക്കിയ ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്ന് ഈ സമൂഹത്തിലെ ഒരു അപജയത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ഞാൻ ഈ ഏകാഭിനയത്തിലൂടെ. സ്നേഹപൂർവ്വം അവതരിപ്പിക്കട്ടെ ഭ്രൂണം. ഇപ്പൊ ഞാനൊരു കുഞ്ഞു മൊട്ടായി അമ്മയുടെ ഗർഭപാത്രത്തിൽ ജൂലൈ 5. ഇപ്പൊ ഞാനൊരു കോശമാ. ജൂലൈ 22. അച്ഛനോട് പറയാ നമുക്കൊരു ഭാവി ഉണ്ടാവാൻ പോകാറില്ല. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷമായിരിക്കും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ തനിക്ക് പറയാനുള്ളത്? പറയ്. നമ്മുടെ ഇടയിലേക്ക് ഒരാൾ കൂടി വരാൻ പോവാ. എന്തായി പറയുന്നേ? നമ്മുടെ ഇടയിലേക്ക് ഇനി ആര് വരാനാ? മനസ്സിലായില്ലേ? നമ്മുടെ ഇടയിലേക്ക് ഒരു ആൾ കൂടി വരാൻ പോവാ. ശരിക്കും ശരിക്കും ഇതെത്ര സന്തോഷമുള്ള കാര്യമാ. ഞാനൊരു അച്ഛനാവാൻ പോകുന്നത്. ഇതിപ്പോ തന്നെ എല്ലാവരെയും വിളിച്ചറിയിക്കണം. അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സന്തോഷായി. എനിക്കിപ്പോ കുഞ്ഞു കയ്യും കാലും വയറും ഒക്കെ വന്നല്ലോ. അമ്മയുടെ ഹൃദയമിടിപ്പിന്റെ ശബ്ദം എനിക്ക് ഇവിടെ കേൾക്കാം. വേഗം പുറത്തു വന്ന് എന്റെ അമ്മയുടെ മുഖം കാണാൻ കൊതിയാവാ. അമ്മയുടെ താരാട്ട് പാട്ട് കേട്ട് കിടക്കാനും അച്ഛന്റെ കൂടെ കളിക്കാനും ഞാൻ കാത്തിരിക്കാം. പക്ഷേ ഞാനൊരു പെൺകുട്ടിയാണെന്ന് കേട്ടപ്പോ അച്ഛന്റെ അമ്മയുടെ മുഖം വാടിയെന്ന് തോന്നി. അമ്മയാണെ ഒന്നും കഴിച്ചില്ല. എനിക്കാണെ വിശന്നിട്ട് മേലാന്നേ. പിന്നെ അവർ പറയാ എന്നെ കൊന്നു കളഞ്ഞാലോ എന്ന്. എടോ, ഇതൊരു പെൺകുട്ടിയാന്ന് കേട്ടപ്പോ നമുക്ക് എന്താ ഈ കുഞ്ഞിനെ വേണോ? അതൊക്കെ അങ്ങനെ തോന്നാൻ ഒന്നുമില്ല. ഇന്നത്തെ കാലമാ. ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കാ പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. ചുറ്റും കഴുകൻ കണ്ണുകളാ. പിന്നെ ചിലവ്, അതിനെ പഠിപ്പിക്കണം, കെട്ടിച്ചയക്കണം. അതേതൊരു ആൺകുഞ്ഞാണെങ്കിൽ എനിക്കൊരു കൈസഹായമായി എന്നെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഇതൊരു ജീവനാ. പെൺകുട്ടി എന്ന പേര് ഇതിനെ കൊല്ല ഞാൻ സമ്മതിക്കില്ല. ഞാനും ഒരു പെണ്ണല്ലേ. അന്ന് എന്റെ അച്ഛനും അമ്മയും എന്നെ വേണ്ടെന്ന് വെച്ചാ ഇപ്പൊ ഇവിടെ ഞാൻ ഉണ്ടാവില്ലല്ലോ. വേണ്ട, ഞാൻ സമ്മതിക്കില്ല. തനിക്ക് ഞാൻ പറയുന്നത് മനസ്സിലായില്ലേ? ഒരു പെൺകുട്ടി വേണ്ടെന്നല്ല, ആദ്യം ഒരു ആൺകുഞ്ഞ്, എന്നിട്ട് മതി ഒരു പെൺകുട്ടി. അതാവുമ്പോൾ അവളുടെ കാര്യം അവൻ നോക്കിക്കോളുമല്ലോ. എന്നും ഞാൻ പറയുന്നതേ താൻ അനുസരിച്ചിട്ടുള്ളൂ. ഇതൊന്നും അനുസരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ശരി, എന്നും അനുസരിച്ചിട്ടേ ഉള്ളൂ. ഇതും അങ്ങനെ ആയിക്കോട്ടെ. അച്ഛനമ്മ എന്നെ വേണ്ടെന്ന് പറഞ്ഞപ്പോ വല്ലാതെ വിഷമായി. ഞാൻ മുഖ ഇളകി നോക്കി. അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷവുമില്ല. സെപ്റ്റംബർ 5. അച്ഛനമ്മ ആശുപത്രിയിൽ പോവാ എന്നെ കളയാൻ. അരണ്ട വെച്ചത്തിൽ മൂർച്ചയുള്ള ആയുധങ്ങളുമായി ഡോക്ടർമാർ എന്റെ അടുത്തേക്ക് വന്നപ്പോ ഞാൻ പേടിച്ചു പോയി. പിച്ച വെച്ച് നടക്കാത്ത കുഞ്ഞു കാൽവിരലുകൾ അവർ ആദ്യം മുറിച്ചെടുത്തു. പിന്നെ എന്റെ കൈകൾ, കാലുകൾ, കുടൽ എല്ലാം കുറച്ചു നേരം കൊണ്ട് അവർ കലക്കിയെടുത്തു. അങ്ങനെ എന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് യാത്രേ. അച്ഛനമ്മയില്ലാത്ത ആ ലോകം എന്നെ ആദ്യം ഭയപ്പെടുത്തിയെങ്കിലും പിന്നീട് ശരിയായി. അവിടെ നോക്കിയപ്പോ കുറേ കുട്ടികൾ, എന്നെ നോക്കി നിൽക്കുന്ന കുറേ ചേച്ചിമാർ, അമ്മയുടെ മുഖം തോന്നിക്കുന്ന കുറേ അമ്മമാർ. അവർ ഓടി വന്നെന്നെ തുമ്പ വെച്ചു. പിന്നെ ഇനി അതാണ് എന്റെ ലോകം. അമ്മേ, അമ്മ, അമ്മ, അമ്മ വിഷമിക്കണ്ട കേട്ടോ. ഈശ്വരനോട് ഞാൻ പറയാം അമ്മയ്ക്കൊരു വാവയെ കൂടി തരാം. പക്ഷെ അതും ഒരു പെണ്ണാണെന്ന് പറഞ്ഞ് എന്നെ ചെയ്ത പോലെ അതിനീ ചെയ്യല്ല അമ്മേ. നല്ല വേദനയാ, പ്രാണം പോകുന്ന വേദനയാ.
ഒരുങ്ങിക്കൊള്ളുക.